അക്കൗണ്ടൻസി എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിളസ്റ്റുമായിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വലിയ എസ് എ ക്വസ്റ്റ്യൻസ് അല്ല, 3 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അർച്ചന എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർ, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫേമിൽ നിന്നും 5000 രൂപ വിഡ്രോ ചെയ്തു. അപ്പൊ ഇതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. അതിലെ പാർട്ട്ണറാണ് ആര്? അർച്ചന. അർച്ചന എന്ത് ചെയ്യും? ഓരോ മാസവും പെർ മന്ത് അഥവാ ഓരോ മാസവും 5000 രൂപ വിഡ്രോ ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ 12 മാസം ഉണ്ട്. ഓരോ മാസവും 5000 വീതമാണെങ്കിൽ 12 മാസം കൊണ്ട് എന്തേ അർച്ചന 60000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വിഡ്രോവൽ ഓഫ് അർച്ചന ഈസ് 60,000 കേട്ടോ. അപ്പൊ 2024 അർച്ചന അത്ര വിഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ ഓർമ്മയിലെ ക്വസ്റ്റ്യൻ പഠിച്ചത്. ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10%. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കാൽക്കുലേറ്റ് ചെയ്യണം. എപ്പം? 3 കേസ് എ ബി സി. 3 കേസ് എന്താ? 1 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, എല്ലാ മാസത്തിന്റെയും അവസാനമാണെങ്കിൽ. 2 ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് മന്ത്. 3 ഇൻ ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. സോ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഞാൻ ഷോർട്ട് ഫോം ചെയ്ത് നിങ്ങൾ എക്സാമിന് ഫുൾ എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു ഏവറേജ് പീരീഡ്. എന്താ മക്കളെ? എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു ഏവറേജ് പീരീഡ്. സോ ഇൻ ദ എൻഡ് ആണെങ്കിൽ എമൗണ്ട് എന്താ? എല്ലാ കേസിലും എമൗണ്ട് നമുക്കറിയാം 60,000 അല്ലേ. ടോട്ടലി വിഡ്രോ ചെയ്ത എമൗണ്ട് 60,000 അല്ലേ. നമുക്ക് ഓൾറെഡി കണ്ടെത്തിയിട്ടില്ലേ. ഒരു മാസം 5000 വീതമാണെങ്കിൽ ഒരു വർഷം 60,000 ഇയാൾ അർച്ചന വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്താ അടുത്ത കാര്യം? റേറ്റ് 10% അല്ലേ. സോ 10/100. ഇനി അടുത്ത കാര്യം എന്താ? ഏവറേജ് പീരീഡ്. ഒരു മാസത്തിന്റെ എൻഡ് അവസാനത്തിലാണ് ഒരാൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഏവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു 5.5/12. എത്രയാ മക്കളെ? 5.5/12. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൽ എന്തുണ്ടാവില്ല, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സോ ഇത് എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. 5000 വരും. ഇവിടെ കട്ട് ചെയ്യാം. 50 500 ഇൻറ്റു 2500 2750 ആൻസർ എത്രയാണ്? 2750. ഇനി അഥവാ ജസ്റ്റ് കാൽക്കുലേറ്റ് എടുക്കാം. 60,000 ഇൻറ്റു 10/100 ഇൻറ്റു 5.5/12 ചെയ്താൽ എത്ര കിട്ടും? 2750 കിട്ടും. രണ്ടാമത്തെ എന്താ? ബി ഓപ്ഷൻ. ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് മന്ത്, ഓരോ മാസത്തിനെയും മിഡിൽ ആണെങ്കിൽ. അപ്പൊ മിഡിൽ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? മിഡിൽ ആണെങ്കിലും സെയിം തന്നെയാ. എമൗണ്ട് എത്രയാണ്? 60,000 ഇൻറ്റു റേറ്റ് എത്രയാ? 10%, 10% ഇൻറ്റു മിഡിൽ ആണെങ്കിൽ 6.5 6/12. സ്റ്റോക്ക് എൻഡിലാണെങ്കിൽ 5.5, മിഡിൽ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? 6/12 ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കാൽക്കുലേറ്റ് എടുക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാ. ഇവിടെ കട്ട് ചെയ്യാം. 50 500 ഇൻറ്റു 6 എത്രയാ? 3000 rupees ആണ് ആൻസർ വരിക. അപ്പൊ സാർ എങ്ങനെ കാൽക്കുലേറ്റ് ഇല്ലാതെ ചെയ്തത്? ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ എനിക്കല്ല കാൽക്കുലേറ്റർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എന്താണ്? ഇൻ ദ ബിഗിനിങ്, ഒരു മാസത്തിന്റെ ബിഗിനിങ്ങിലാണെങ്കിൽ. അപ്പം എ കഴിഞ്ഞു. ഇതാണ് എ ബി സി. ബിഗിനിങ്. ഓക്കെ. ബിഗിനിങ്ങിൽ എങ്ങനെ? എമൗണ്ട് 60,000 ഇൻറ്റു റേറ്റ് 10% ഇൻറ്റു ബിഗിനിങ്ങിലാണെങ്കിൽ 6.5/12. അഥവാ തുടക്കത്തിൽ ബിഗിനിങ്ങിലാണെങ്കിൽ 6.5, നടുക്കാണെങ്കിൽ 6, ഒടുക്കമാണെങ്കിൽ 5.5. ഇത് കാണാതെ പഠിച്ചിട്ട് ചെയ്യുക. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. സോ ഇതിന് ആൻസർ എത്ര വരിക? ഇവിടെ കട്ട് ചെയ്യാം. 50 500 100 3000 3250 ആണ് ആൻസർ. എത്രയാ മക്കളെ? 3 ആൻസർ കിട്ടി. 3 മാർക്കിന്റെ ചോദ്യമാണ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്താ അടുത്ത ചോദ്യം? ഇവിടെ ഒരു ബിസിനസിന്റെ 3 മാസത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 3 മാസത്തെ പ്രോഫിറ്റ് തന്നിട്ട് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ സാധാരണ ഒരു ബിസിനസ്സിൽ 10% പ്രോഫിറ്റ് കിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ 3 മാസത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സാധാരണ ഒരാൾക്ക് കിട്ടുന്ന ശതമാനം തന്നിട്ടുണ്ട്. നമ്മുടെ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. നമ്മളോട് എന്ത് കാണണം? ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ല് കാണാം. എങ്ങനെയാ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ല് കാണാം? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പൊ അതിന് ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാണണ്ടേ? സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണാം? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം? ആവറേജ് പ്രോഫിറ്റ് കാണാം. എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണാം? ഈ 3 പ്രോഫിറ്റ് കൂടും ആഡ് ചെയ്തിട്ട് ആവറേജ് കിട്ടിയ കൂടെ. യെസ്. 13,000 പ്ലസ് 12,000 പ്ലസ് എത്രയാ? 13,000 പ്ലസ് 14,000 പ്ലസ് 12,000. സോ 13,000 പ്ലസ് 14,000 പ്ലസ് 12,000 by 3. അതെന്താ സാറേ ബൈ 3? 13, 14, 12. 3 മാസത്തെ ഗുഡ്വിൽ അല്ലേ തന്നുള്ളത്? സോറി 3 മാസം അല്ലേ, 3 വർഷത്തെ ഗുഡ്വിൽ അല്ലേ തന്നുള്ളത്? അപ്പൊ 3 വർഷത്തെ ഗുഡ്വില്ലിന് 3 ആണ് ആവറേജ്. അപ്പൊ ഈക്വൽ എത്ര കിട്ടുന്നുണ്ട്? 39,000
3 ഈസ് ഈക്വൽ ടു 13,000. അപ്പൊ 13,000 നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ AP ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി അടുത്ത നോർമൽ പ്രോഫിറ്റ് കാണും. സോ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണാം? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റൽ എന്താ? നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിനാണ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ എന്താ? 1 lakh ഇൻറ്റു NRR നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താ? കണ്ടോ അവിടെ ബിസിനസിന് എന്താ സിമിലർ റിട്ടേൺസ് ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ? എത്രയാണ്? 10%. സോ ഇൻറ്റു 10/100 ഈസ് ഈക്വൽ ടു 10,000. എത്രയാ മക്കളെ? 10,000. അപ്പൊ നോർമൽ പ്രോഫിറ്റും കിട്ടി, ആവറേജ് പ്രോഫിറ്റും കിട്ടി. ഇനി എന്താ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണാം? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ആയ 13,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് ആയ 10,000 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3,000. എത്ര കിട്ടും? 30,000 അല്ല 3,000 രൂപ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് കിട്ടിയില്ല, ഗുഡ്വിൽ കിട്ടിയില്ല. ഗുഡ്വിൽ എങ്ങനെ കാണാം? ക്യാപിറ്റലൈസ് ദ വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അതെങ്ങനെയാ? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പൊ ഇങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,000 ഇൻറ്റു 100 ബൈ NRR നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ? 10%. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നില്ലേ? അപ്പൊ ബൈ 10 ഈസ് ഈക്വൽ ടു 30,000. എത്രയാ മക്കളെ? 30,000. നമ്മുടെ ഗുഡ്വിൽ എത്രയാ? ഈ ബിസിനസിന്റെ ഗുഡ്വിൽ എത്രയാണ്? 30,000 രൂപയാണ്. സോ ഇതിൽ നിങ്ങൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് എന്താണെന്ന് പഠിച്ചു, സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഈ 3 മെത്തേഡാണ് ഗുഡ്വിൽ ഉള്ളത്. 1 ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, 2 സൂപ്പർ പ്രോഫിറ്റ്, 3 ആവറേജ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും ഒരൊറ്റ ചോദ്യത്തിൽ ലിബാൻ സാറ് പഠിപ്പിച്ചെന്ന് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിലെ ഈ 3 മെത്തേഡിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് എന്തായാലും എക്സാമിൽ ചോദിക്കും. 2 അല്ലെങ്കിൽ 3 മാർക്കിന് വരെ എന്ത് ചെയ്യും? ഇത് ചോദിക്കാം. സെറ്റ് അല്ലേ? അപ്പം നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക മക്കളെ. സെറ്റ്.